ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധമായ വലിയ നോയമ്പിൽ കൂടെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അതിൻ്റെ പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ 5 ഞായറാഴ്ചകളായിട്ട് യേശു തമ്പുരാൻ പ്രവർത്തിച്ച അനേക അത്ഭുതങ്ങളെ നമ്മൾ ധ്യാനിക്കുകയും ചെയ്തു. ഈ വരുന്ന ഞായറാഴ്ച, 6ാം ഞായറാഴ്ച എന്ന് പറയുന്നത് സമിയോ ഞായറാഴ്ച അല്ലെങ്കിൽ പിറവിക്കുരുടന്റെ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഇത് 6ാമത്തെ അടയാളമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകമായിട്ടും ഈ വേദഭാഗത്തിൽ ഒരു പിറവിക്കുരുടനെ സൗഖ്യമാക്കുന്ന ഭാഗമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ആശയങ്ങൾ നിങ്ങളൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവിന്റെ ശിഷ്യന്മാര് പിറവിക്കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ദൈവനാമം നമ്മുടെ പ്രയാസങ്ങളിലൂടെ, നമ്മുടെ കഷ്ടതകൾ കൂടെ, രോഗങ്ങൾ കൂടെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അന്ധകാരം, അന്ധത എന്ന് പറയുന്നത് അന്ധകാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ബ്ലൈൻഡ്നെസ് റിപ്രസെന്റ്സ് ഡാർക്ക്നെസ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പ്രത്യേകമായിട്ടും യേശു തമ്പുരാൻ ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നോയമ്പിന്റെ കാലഘട്ടത്തിൽ ഈ നോയമ്പ് നോൽക്കുന്നതിനപ്പുറമായിട്ട് ഒരു ആത്മീക തലത്തിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധനാ ക്രമങ്ങളിൽ, പ്രത്യേകമായിട്ട് നോയമ്പ് നമസ്കാരങ്ങളിലൊക്കെ പാപരോഗം എന്ന പദം നമ്മൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. പാപത്താൽ ഉണ്ടാകുന്ന രോഗങ്ങളെ, whatever evil we commit, there are chances that they may cause sickness in our life. Sin is the cause of our blindness and illness. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. മാതാപിതാക്കന്മാർ എന്ന നിലയിൽ നമ്മൾ ഏത് രീതിയിൽ ആത്മീയമായിട്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നുവോ അതിന്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തില് ചെറിയ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ തകർന്നു പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഈ പിറവിക്കുരുടന്റെ ഈ ഒരു അവസ്ഥയെ തമ്പുരാൻ വിശേഷിപ്പിക്കുന്നത് അവൻ അങ്ങനെ ജനിച്ചത് തന്നെ ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ തകർന്നു പോകാതെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ രോഗങ്ങളിലൂടെ ഈ ലോകത്തിന് വെളിപ്പെടുവാൻ, അതിനെ സഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാകും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. You are not only called to believe in Christ, but you have been given the privilege to suffer for Christ. അപ്പൊ ചില സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ, അടിപതറിപ്പോകാതെ തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് രോഗങ്ങളെ സഹിക്കുവാനും അതിലൂടെ അവന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാകും.
അതുകൊണ്ട് സഫറിങ് എന്ന് പറയുന്നത് ഒരു അഫ്ലിക്ഷൻ അല്ല, മറിച്ച് ദൈവാനുഗ്രഹമായിട്ട് അതിനെ കണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട്, സമൂഹത്തിന്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, ഈ പിറവിക്കുരുടന് ഈ സൗഖ്യം ലഭിച്ചതിന് ശേഷം പരീശന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്, ഈ സൗഖ്യം നിനക്ക് നൽകിയത് ആരാകും? അവന് അവിടെ വളരെ പ്രതിവാദത്തോടെ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, വ്യക്തി എന്റെ നിലത്ത് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് എന്റെ കണ്ണിന്മേൽ പൂശി എന്നോട് ശീലോഹ കുളത്തിൽ കഴുകുവാൻ പറയുകയും ചെയ്തു. അവൻ അങ്ങനെ അവിടെ പോയി സൗഖ്യം ലഭിക്കുന്ന വസ്തുതയാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ സൗഖ്യം നേടിയതിനു ശേഷം രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും കാഴ്ച ഉള്ളവരാണ്. നമുക്ക് എല്ലാവർക്കും ഈ ലൗകികമായിട്ടുള്ള കാഴ്ചകളെ കാണുവാനും അത് അനുഭവിക്കുവാനും തമ്പുരാന്റെ കൃപയാൽ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ഉൾക്കാഴ്ചകളുണ്ട്? ഈ ഉൾക്കാഴ്ച ലഭിക്കുന്നത് തമ്പുരാനുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെയാണ്. യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. തമ്പുരാൻ സ്വയമേ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. യേശു തമ്പുരാന്റെ ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ആ തേജസ് ചെല്ലുമ്പോൾ മാത്രമാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമുക്ക് മാറ്റപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ, പലപ്പോഴും അവൻ നടത്തിയ വിധങ്ങളെ, അവൻ നടത്തിയ കൃപകളെ ഒക്കെ പലപ്പോഴും നമ്മൾ അത് അനുഭവിച്ചു കഴിയുമ്പോൾ വിസ്മരിച്ചു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ പിറവിക്കുരുടന് സംഭവിക്കുന്നത്, അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന അനുഭവത്തിലേക്ക് ഈ രോഗസൗഖ്യം അവനെ കൊണ്ടെത്തിക്കുകയാണ്. ഏറ്റവും അവസാന ഭാഗത്തിൽ 35 വാക്യം മുതൽ പറയുന്നുണ്ട്, അവനെ അവർ പുറത്താക്കിയതിനു ശേഷം യേശു അത് കേട്ട് ഈ കുരുടനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. അതിന് ഈ പിറവിക്കുരുടൻ ചോദിക്കുന്നുണ്ട്, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. തമ്പുരാനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ തമ്പുരാനെ നേരിട്ട് കാണുമ്പോൾ, തമ്പുരാന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ, അവന്റെ തേജസ് പ്രവേശിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റപ്പെടുകയും പാപരോഗങ്ങളെല്ലാം മാറ്റപ്പെടുകയും അതിലൂടെ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. അതിന് പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. തമ്പുരാനെ നമ്മുടെ ജീവിതത്തിലൂടെ, അനേക അനുഭവങ്ങളിലൂടെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ തമ്പുരാന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്പർശിച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്പർശനം നൊടി നേരത്തേക്ക് മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് ആ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെയൊക്കെ ഇതിന്റെ ഒരു പാരതമ്യത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിൽ ഉള്ളിൽ ഒരു സന്തോഷത്തോടുകൂടി ആ ഗ്ലോറിയസ് റിസറക്ഷനിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് ഇടയാകണമെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ അവനെ കൈക്കൊണ്ട് അവനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഒന്നാമതായിട്ട് നാം പറഞ്ഞത്, നോയമ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്ന്, അന്ധകാരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഇടയാക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.